Good morning, my dear students. Welcome back to my class. Today we will discuss about different network topologies. Okay. What is network topology? Network topology is the schematic description of a network arrangement connecting various nodes through lines of connection. Okay. Network topology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡിവൈസസ് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആ ഒരു ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. There are different types of topologies, that is bus topology, ring topology, star topology, hybrid topology, tree topology, etc. Okay. First we can discuss bus topology. In the case of bus topology, all devices share single communication line or cable. In this topology, the devices are connected using a single cable that is known as bus. Okay, all the devices are connected to the main cable through drop lines. It is a simple form of networking where failure of a device does not affect other devices, but failure of shared communication line can make all other devices stop functioning. അപ്പോൾ ബസ് ടോപ്പോളജിയുടെ കേസിൽ ഒരു സിംഗിൾ കേബിൾ ഉണ്ട്. ആ കേബിളായിട്ട് എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് ഡ്രോപ്പ് ലൈൻസ് വഴിയാണ്. ഇനി ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് നെറ്റ്വർക്കിംഗ് ആണ് ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡിവൈസസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നെറ്റ്വർക്കിനകത്ത് പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് bus topology, all the computers in this network are connected to the bus cable. This is the main cable. Okay, this is the main cable. This main cable, all the devices are connected to this main cable using drop lines. Okay. What are the advantages of bus topology? Easy installation. Each cable needs to be connected with backbone cable. Less cables required than mesh and star topology. ഈസി ആയിട്ട് നമുക്ക് ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്ക്ബോൺ കേബിൾ ആയിട്ട് കണക്ട് ചെയ്താൽ മതി ഡിവൈസസ്. പിന്നെ കേബിൾ ലെങ്ത് കുറവ് മതി. മെഷ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കേബിൾ ലെങ്ത് കുറവ് മതി. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബസ് ടോപ്പോളജി: ഡിഫിക്കൽട്ടി ഇൻ ഫോൾട്ട് ഡിറ്റക്ഷൻ. എറർ ഡിറ്റക്ഷന്റെ കേസിൽ ഡിഫിക്കൽട്ടാണ്. Not scalable as there is a limit of how many nodes you can connect with backbone cable. സ്കെയിലബിൾ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും ആ ഒരു ബാക്ക്ബോൺ കേബിളിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമാണ് സ്കെയിലബിലിറ്റി ഉണ്ടാവുള്ളൂ. അതായത് നെറ്റ്വർക്കിന്റെ സൈസ് എത്ര കണ്ട് കൂട്ടാൻ പറ്റുക വെച്ചാൽ ആ ബാക്ക്ബോൺ കേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് റിംഗ് ടോപ്പോളജി. It is called ring topology because it forms a ring as each computer is connected to another computer with the last one connected to the first one. Okay, exactly two neighbors for each devices. This is a structure of ring topology. നമുക്ക് റിംഗ് ടോപ്പോളജിയുടെ കേസിൽ ഇങ്ങനെ റിംഗ് സ്ട്രക്ചർ ആണെന്നൊന്നുമില്ല. ഒരു ലൂപ്പ് ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിംഗ് ടോപ്പോളജി എന്ന് പറയുക. അതിന് ക്ലോസ്ഡ് ലൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയാനുള്ളത് ഇതിൽ ഓരോ ഡിവൈസസിനും 2 നൈബേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്. അഡ്വാൻറ്റേജസ്: ഈസി ടു ഇൻസ്റ്റാൾ. മാനേജിങ് ഈസ് ഈസിയർ ടു ആഡ് ഓർ റിമൂവ് ഡിവൈസസ് ഓൺ ദി ടോപ്പോളജി. ഓൺലി 2 ലിങ്ക്സ് ആർ റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. നമ്മുടെ നെറ്റ്വർക്കിനകത്ത് മാനേജ്മെന്റ് ഈസിയാണ്. ഇപ്പോൾ ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് ലിങ്കിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിംഗ് ടോപ്പോളജി: എ ലിങ്ക് ഫെയിലിയർ ക്യാൻ ഫെയിൽ ദ എൻറ്റയർ നെറ്റ്വർക്ക് ആസ് ദ സിഗ്നൽ വിൽ നോട്ട് ട്രാവൽ ഫോർവേഡ് ഡ്യൂ ടു ഫെയിലിയർ. റിംഗ് നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, റിംഗ് നെറ്റ്വർക്ക് മീൻസ് ആ ഒരു ലിങ്കിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഡാറ്റ ട്രാഫിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റിങ്ങിനകത്താണ് സർക്കുലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ്. അപ്പോൾ അവിടെ ഡാറ്റ ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, സ്റ്റാർ ടോപ്പോളജി. ഇൻ ദിസ് type of topology, all computers are connected to a single hub through a cable. ഇവിടെ ഒരു സെൻട്രൽ ഹബ് ഉണ്ട്. ആ സെൻട്രൽ ഹബ് വഴി എല്ലാ
ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദിസ് ഹബ് ഈസ് ദ സെൻട്രൽ നോഡ് ആൻഡ് ഓൾ others nodes are connected to the central node. ഓക്കെ, ഈ സെൻട്രൽ നോഡായിട്ട് അതർ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി: ലെസ് എക്സ്പെൻസീവ് ബിക്കോസ് ഈച്ച് ഡിവൈസ് ഓൺലി നീഡ് വൺ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആൻഡ് നീഡ്സ് ടു ബി കണക്റ്റഡ് വിത്ത് ഹബ് വിത്ത് വൺ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് മതി ആ ഒരു ഹബായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഈസിയർ ടു ഇൻസ്റ്റാൾ, ലെസ് എമൗണ്ട് ഓഫ് കേബിൾസ് റിക്വയർഡ്. ഓക്കെ, റോബസ്റ്റ്. ഇഫ് വൺ ലിങ്ക് ഫെയിൽസ് അതർ ലിങ്ക്സ് വിൽ വർക്ക് ജസ്റ്റ് ഫൈൻ. ഓക്കെ, അപ്പോൾ ഒരു ലിങ്കിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും ഹബിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും നെറ്റ്വർക്ക്. ഈസി ഫോൾട്ട് ഡിറ്റക്ഷൻ ബിക്കോസ് ദ ലിങ്ക് ക്യാൻ ഈസിലി ഐഡന്റിഫൈഡ്. ഫോൾട്ട് ഡിറ്റക്ഷൻ, എറർ ഡിറ്റക്ഷൻ ഈസിയാണ്. എവിടെയാണ് പ്രോബ്ലം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി: ഇഫ് ഹബ് ഗോസ് ഡൗൺ എവറിത്തിങ് ഗോസ് ഡൗൺ. ഹബിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്കിനകത്ത് പ്രോബ്ലം ഉണ്ടാവും. നൺ ഓഫ് ദ ഡിവൈസസ് ക്യാൻ വർക്ക് വിത്തൗട്ട് ഹബ്. ഒരു ഡിവൈസിന് ഹബ് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. ഹബ് റിക്വയർസ് മോർ റിസോഴ്സസ് ആൻഡ് റെഗുലർ മെയിൻ്റനൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ സെൻട്രൽ സിസ്റ്റം ഓഫ് സ്റ്റാർ ടോപ്പോളജി. അപ്പോൾ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. മെയിൻ്റനൻസ് കൂടുതലാണ്. മറ്റു നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹബിന്റെ കേസിൽ ഹൈ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, the next one, mesh topology. In mesh topology each device is connected to every other device on the network through dedicated point to point link. അപ്പോൾ ഇത് ഒരു സ്ട്രക്ചർ ആണ്. ഓരോ ഡിവൈസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. when we say dedicated it means that the link only carries data for the two connected devices only. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിവൈസ് തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് ലൈൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ വി ഹാവ് n ഡിവൈസസ് ഇൻ ദി നെറ്റ്വർക്ക്. n ഡിവൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ then each device must be connected to n-1 devices of the network. Number of links in the mesh topology of n devices would be n into n-1 divided by 2. Then advantages of mesh topology: no data traffic issues as there is a dedicated link between two devices, which means the link is only available for those two devices. Data traffic issues ഉണ്ടാവില്ല, dedicated link ആണ് യൂസ് ചെയ്യുന്നത്. Okay, mesh topology is reliable and robust as failure of one link doesn't affect other links. എന്തെങ്കിലും ലിങ്കിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അത് മറ്റുള്ള ലിങ്ക്സിനെ അഫക്ട് ചെയ്യില്ല. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അതർ ഡിവൈസസ് ഓൺ ദി നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും അഫക്ട് ചെയ്യില്ല. മെഷ് ടോപ്പോളജി ഈസ് സെക്യൂർ ബിക്കോസ് ദർ ഇസ് എ പോയിന്റ് ടു പോയിന്റ് ലിങ്ക്. ദസ് അൺഓതറൈസ്ഡ് ആക്സസ് ഇസ് നോട്ട് പോസിബിൾ. ഡിഫറെന്റ് ഡിവൈസസ് തമ്മിൽ പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ആയതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഓക്കെ, ഫോൾട്ട് ഡിറ്റക്ഷൻ ഈസ് ഈസി. ഫോൾട്ട് ഡിറ്റക്ഷൻ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെഷ് ടോപ്പോളജി അതിൽ പറയുന്നത് എമൗണ്ട് ഓഫ് വയേഴ്സ് റിക്വയർഡ് ടു കണക്ട് ഈച്ച് സിസ്റ്റം ഇസ് റെഡ്യൂസ് ആൻഡ് ഹെഡേക്ക്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ലൈൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഓരോന്നിനും കേബിൾ വയേഴ്സ് യൂസ് ചെയ്യണം. അതൊരു ഹെഡേക്ക് ആണ്. സിൻസ് ഈച്ച് ഡിവൈസ് നീഡ് ടു ബി കണക്റ്റഡ് വിത്ത് അതർ ഡിവൈസസ് നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് റിക്വയർഡ് മസ്റ്റ് ബി ഹ്യൂജ്. ഓരോ ഡിവൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് കൂടുതലായിട്ട് വേണം. സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ബിക്കോസ് എ ഡിവൈസ് cannot be connected with a large number of devices with a dedicated point to point link. സ്കെയിലബിലിറ്റി അതായത് നെറ്റ്വർക്കിന്റെ സൈസ് കൂട്ടണത് ഒരു പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് hybrid topology is the combination of two or more topology. Okay, combination of any basic topologies like star, bus and mesh or ring topologies. Okay, this diagram shows hybrid topology. Next we can discuss what are the advantages. We can choose topology based on the requirement. നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. Scalability is our concern. Then we can use star topology instead of bus topology. Scalability നമുക്ക് ഒരു സ്കെയിലബിൾ ആക്കണം നമ്മുടെ നെറ്റ്വർക്ക് എന്നുണ്ടെങ്കിൽ ബസ് ടോപ്പോളജിക്കാളും നല്ലത് സ്റ്റാർ ടോപ്പോളജി ആണ്. ഓക്കെ, സ്കെയിലബിൾ ആസ് വി ക്യാൻ ഫർദർ കണക്ട് അതർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്ത് ദി എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കെയിലബിലിറ്റി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് വേറെ ടൈപ്പ് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി നമുക്ക് കോമ്പിനേഷൻ ആക്കാൻ പറ്റും. Then disadvantage, fault detection is difficult. Okay,
Installation is difficult, design is complex, so maintenance is high, thus expensive. Fault errors ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇൻസ്റ്റലേഷൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഹൈ എക്സ്പെൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ട്രീ ടോപ്പോളജി. ഇറ്റ് ഹാസ് എ റൂട്ട് നോഡ് ആൻഡ് ഓൾ അതർ നോഡ്സ് ആർ കണക്റ്റഡ് ടു ഇറ്റ് ഫോമിങ് ഹയറാർക്കി. ഒരു ഹയറാർക്കിയൽ അറേഞ്ച്മെന്റ് ആണ് ട്രീ സ്ട്രക്ചറിന്റെ. ഓക്കെ. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന നോഡിനെ പറയുന്നതാണ് റൂട്ട് നോഡ്. ഈ നോഡായിട്ട് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ. ഒരു ഹയറാർക്കിയൽ അറേഞ്ച്മെന്റ് ഇതായിരിക്കും. ഇറ്റ് ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് 3 levels of hierarchy. അതായത് ബേസിക് ഒരു ഹയറാർക്കി ഒരു 3 ലെവലെങ്കിലും മിനിമം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതാണ് ട്രീ ടോപ്പോളജിയുടെ പ്രത്യേകത. Advantages. Extension of bus and star topology. Expansion of nodes is possible and easy. Okay. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെയും സ്റ്റാറിൻ്റെയും ഒക്കെ എക്സ്റ്റൻഷനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Advantages. Extension of bus and star topologies. നമുക്ക് ബസ്സും സ്റ്റാർ ടോപ്പോളജിയും എക്സ്റ്റെൻഡ് ചെയ്യാം ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് നോഡ്സ് ഈസ് പോസിബിൾ ആൻഡ് ഈസി. നോഡ്സ് എക്സ്പാൻഡ് ചെയ്യാം, കൂടുതൽ നമ്പർ ഓഫ് സിസ്റ്റംസ് നമുക്ക് ആഡ് ചെയ്യാം നെറ്റ്വർക്കിലോട്ട്. മെയിൻ്റനൻസ് ഒക്കെ ഈസിയാണ്, എറർ ഡിറ്റക്ഷൻ ഈസിയാണ്. ഓക്കെ. ഡിസഡ്വാൻറ്റേജസ്. ഹെവിലി കേബിൾഡ് കൂടുതൽ കേബിൾസ് യൂസ് ചെയ്യണം, കോസ്റ്റ്ലി ആണ്. ഇഫ് മോർ നോട്ട്സ് ആർ ആഡഡ് മെയിൻ്റനൻസ് ഇസ് ഡിഫിക്കൽട്ട്. കൂടുതൽ നമ്പർ ഓഫ് നോട്ട്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് മെയിൻ്റനൻസ് കൂടിക്കൊണ്ടിരിക്കും. കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ അത്രയും മെയിൻ്റനൻസ് കുറവായിരിക്കും. സെൻട്രൽ ഹബ് ഫെയിൽസ്, നെറ്റ്വർക്ക് ഫെയിൽസ്. അതായത് റൂട്ട് നോഡിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് പ്രശ്നമാവും. ഓക്കെ. These are the different topologies. I hope all of you understand network topologies. Thank you.